അപ്പോൾ കൂട്ടുകാരെ 2 ദിവസമായി വീഡിയോസ് ഇടാത്തത്. അപ്പോൾ കുറച്ച് തിരക്കായി പോയി. അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേശു ഇങ്ങ് വാ. അപ്പോൾ ഇന്ന് ശനിയാഴ്ച. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ ഒരു യാത്ര. അടുത്തേക്ക് നമ്മൾ പോകുന്നേ നീലേശ്വരം. നമ്മൾ നീലേശ്വരം പോക്കാണ് ഗൈസ്. അപ്പോൾ നമ്മൾ കുളിച്ച് റെഡിയായി സെറ്റായി. അപ്പോൾ പോകുന്ന വഴിയിലിടക്കുള്ള സംഭവങ്ങളൊക്കെ വെച്ചൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ഫോണിന്റെ ബാക്കിലാണെങ്കിൽ പൈസ ഉണ്ട്. ഫോണിന്റെ ബാക്കിൽ പൈസ ഉണ്ടാ? പൈസ ടോയ്സ് വാങ്ങാനാ? അപ്പം നമ്മൾ പോയിട്ട് വരാം. ഓക്കെ, പൈസ ഒന്ന് കാണിച്ചുതരാം. ഞാൻ പോകുന്നുണ്ട്. കേശൂട്ടനുണ്ട്, അച്ഛനുണ്ട്. അച്ചാച്ചനുണ്ടോ? കാശിയുണ്ട്. അമ്മമ്മയില്ല അല്ലേ? അമ്മമ്മയില്ല. നമ്മൾ പോയിട്ട് വരാം. പിന്നെ അമ്മമ്മ രജനിമൂത്തേൻ്റെ അടുക്ക് പോന്നോ? അമ്മമ്മേനെ മൂത്തേൻ്റെ അടുത്താക്കിയിട്ട് നമ്മൾ പിന്നെ അച്ഛനും ഒറ്റക്കായി. അച്ചാച്ചനെയും അമ്മമ്മേനെയും കാണാൻ. അച്ഛനെയും കൂട്ടുന്നുണ്ട്. അച്ഛനെ ഒറ്റക്കാക്കൂല. അപ്പം നമ്മളെല്ലാവരും പോയിട്ട് വരാം ഗൈസ്. ഓക്കെ. അച്ഛൻ്റെ കാറും ബൈക്കെല്ലാം കള്ളന്മാരെടുത്തിട്ട് പോവാ. അതെല്ലാം ഇപ്പൊ ഇയാളെ സംശയം. അച്ഛൻ്റെ വണ്ടിയെല്ലാം എന്താ ചെയ്യുക അല്ലേ? അച്ഛൻ്റെ വണ്ടി എടുത്തോണ്ടോവാ. അപ്പം നമ്മൾ പോയിട്ട് വരാം. അപ്പോൾ കൂട്ടുകാരെ, കുറേ ദിവസത്തിന് ശേഷം ഞാൻ നാട്ടിലേക്ക് പോവാട്ടോ. കുറേ നാളായി പോവാത്ത. അപ്പോൾ ഇനിയിപ്പോൾ 2 ദിവസം ശനിയും ഞായറും ലീവ് ഉള്ളത് കൊണ്ട് നമ്മൾ ശനിയാഴ്ചയാണ് പോകുന്നത്. ശരിക്കും വെള്ളിയാഴ്ച പോകേണ്ടതായിരുന്നു. പിന്നെ ഏട്ടനും കൂടി ഉള്ളത് കൊണ്ട് ശനിയാഴ്ചത്തേക്ക് മാറ്റി. അപ്പോൾ നമ്മൾ റെഡിയായി സെറ്റായി പോസ്റ്റ് അടിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ സമയമായി. ഏട്ടൻ വരാമെന്ന് പറഞ്ഞ് കുറേ ടൈമായി. നമ്മളുടെ ക്ഷമ മൊത്തം തെറ്റി ഗൈസ്. പിന്നെ എന്ത് ചെയ്യാനാണ്, വെയിറ്റ് ചെയ്തിരിക്കൽ തന്നെ. അപ്പോൾ റെഡിയായി നമ്മൾ ജസ്റ്റ് കുറച്ച് സമയം ഒരു വീഡിയോസ് എല്ലാം എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ നിന്നപ്പോൾ ഇതാ അമ്മ കേശുവിന് ഫുഡ് വാരി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം വാതിലെല്ലാം അടച്ച് കുറ്റിയിട്ട് പെട്ടിയും കിടക്കി എടുത്ത് സ്ഥലം വിടലായി. അപ്പോൾ അതാ അമ്മമ്മ എല്ലാം വാരി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇറങ്ങാൻ നോക്കുകയാണ്. അപ്പോൾ അമ്മേനെ നമ്മൾ ഏതായാലും കൂട്ടുന്നില്ല. നമുക്ക് ലോങ് യാത്ര പറ്റൂല. അപ്പോൾ ഇരുന്ന് മടുത്തു ഗൈസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്ത് നമുക്ക് മടുത്ത്. പിന്നെ എന്ത് ചെയ്യാനാണ്, വേറെ രക്ഷയില്ലല്ലോ. ശരിക്കും ഞാൻ അധികവും പോകുന്നത് നമ്മൾ കാറിൽ തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ട്രെയിനിന് പോകും, അല്ലെങ്കിൽ ബസ്സിന്. എനിക്ക് പക്ഷേ ഏറ്റവും ഇഷ്ടം ബസ്സിന് പോകാനാണ് കേട്ടോ. അപ്പോൾ ഇത് അനിയത്തി ഉണ്ട്. അപ്പോൾ ഇതാ കേശു ഉറങ്ങിപ്പോയി. അനിയത്തിയല്ല, അമ്മമ്മ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് നേരെ അമ്മേനെ ഏച്ചീൻ്റെ അടുത്ത് ആക്കിയിട്ട് വേണം നമുക്ക് നേരെ തലശ്ശേരി പിടിക്കണം. അപ്പോൾ തലശ്ശേരിയിൽ നിന്ന് ഹസ്ബൻഡും കുട്ടിയും ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതാ നമ്മൾ അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് പോയത്. അതുകൊണ്ട് ഒരു വൈകുന്നേരം ഒരു 4 മണിയെല്ലാം കഴിഞ്ഞപ്പം കുട്ടികൾക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ നേരെ ഒരു ഹോട്ടലിലേക്ക് കയറി. നല്ല ചൂട് മസാല ദോശ ഉണ്ടായിരുന്നു. അപ്പം ഞാനും വിചാരിച്ചു എന്തായാലും വീട്ടിലെത്തുമ്പം എന്തായാലും ഒരു 2.5 hour വേണം കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് നീലേശ്വരത്തേക്ക്. അപ്പോൾ അത്രയും നേരം കുട്ടികൾ വിശന്നിരിക്കണം. പിന്നെ ഓൾറെഡി രാവിലെ ചെറിയൊരു ഫുഡ് കഴിച്ചതേ ഉള്ളൂ. ഉച്ചയ്ക്ക് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ഫുഡ് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞ് ഹോട്ടലിലേക്ക് കയറി. ശേഷം നമ്മൾ എന്ത് ചെയ്തു, നല്ല അടിപൊളി മസാല ദോശ ഉണ്ടായിരുന്നു. പക്ഷെ കാണാനെല്ലാം നല്ല അടിപൊളിയാണ്. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാൻ നമ്മൾ ഇരുന്നു. അപ്പോൾ ഞാനും കേശുവും 3 കുട്ടിപ്പട്ടാളം ഒരുമിച്ചാണ് കേട്ടോ ഇരുന്നത്. അപ്പോൾ ഇതാണ് ഇത് കാശി. പിന്നെ നമ്മുടെ എൻ്റെ അനിയത്തിൻ്റെ കുട്ടിയുണ്ട്. ഇത് അവർ വേറെ സെപ്പറേറ്റ് ആയിട്ടിരുന്നു. ഏട്ടനും നമുക്ക് സീറ്റില്ല, 4 സീറ്റുള്ളത് കൊണ്ട് കുട്ടിപ്പട്ടാളങ്ങനെ എൻ്റെ കൂടെ ഇരുന്ന്. അപ്പോൾ എന്തെല്ലോ പറയുന്നുണ്ട് 3 ആളും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുമിച്ച് ട്രിപ്പ് പോകുമ്പോൾ ഒരു വൈബാണ് കേട്ടോ ഗൈസ്. നല്ല അടിപൊളി. അപ്പോൾ ഇതാ ഒരാൾക്ക് നെയ് റോസ്റ്റ് വന്നു. അപ്പോൾ നല്ല ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നല്ല അടിപൊളിയായി അടിച്ച് പൊളിച്ചാണ് കേട്ടോ പോയത്. കുറേ നാൾക്ക് ശേഷം കേട്ടോ ഇതുപോലെ ട്രിപ്പ് പോകുന്നത്. ട്രിപ്പല്ല എന്നാലും ഇങ്ങനെ പോകുന്നത്. പക്ഷേ ഫുഡ് തീരെ കൊള്ളില്ലായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഇതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാണാനെല്ലാം നല്ല പ്രസൻറ്റേഷനാണ്, പക്ഷേ അതിൻ്റെ ടേസ്റ്റ് നോക്കുമ്പോൾ തീരെ പറ്റൂല. പിന്നെ നമ്മൾ വിശന്നത് കൊണ്ട് കഴിച്ചു എന്ന് പറയാം. പിന്നെ നമ്മൾ അനിയത്തി അവിടെ നിന്ന് സ്വീറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം മൈസൂർ പാക്ക്. അപ്പോൾ അതും കൂടി നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടരുക.
അപ്പോൾ ഇതാ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ പിറകെ തന്നെയുള്ള ഒരു ഗ്രൗണ്ടാണ് കേട്ടോ. വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലം. അപ്പോൾ അച്ഛനും ഉണ്ടായിരുന്നു. നമ്മൾ എത്തിയ സമയത്ത് തന്നെയായിരുന്നു അച്ഛനും പണി കഴിഞ്ഞിട്ട് വന്നത്. അപ്പോൾ അച്ചാച്ചനെ കണ്ട സന്തോഷത്തിൽ 3 ആളും പകുതി വഹിക്കുന്ന അച്ചാച്ചൻ്റെ വണ്ടിയിൽ കയറിയിരുന്നു. ശേഷം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം എടുത്ത് കെട്ടുമുട്ടെടുത്ത് നേരെ വീട്ടിലേക്ക്. നമ്മൾ വീട്ടിലെത്തിയിട്ടാ. ഡോണു നോനോ ഓടുത്താ ചെറുപയർ ഇതിൻ്റെ പാക്കറ്റ്. ഓ വിമല രവി റോബോട്ട് കാർഡ് ഒരാൾക്ക് മാത്രം കൊടുക്കല്ല. ആര് പോവന്റെ പഴയത് പഴയത് കൊടുത്തേക്ക്. ഇല്ല പോലെ. അപ്പോൾ ഇത് വന്ന് കയറിയപാട് ജസ്റ്റ് അമ്മയുണ്ടായിരുന്നു. അപ്പം അമ്മമ്മ ഇല്ല കേട്ടോ, അമ്മയുണ്ടായിരുന്നു. അപ്പം അമ്മ എന്തെല്ലോ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വന്ന് രാത്രി നമുക്ക് വേണ്ടുന്ന ഫുഡ് നമ്മൾ കുറച്ചുണ്ടാക്കി. ഇത് ചെറുപയർ കറിയാട്ടോ അനിയത്തി. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരാൾ. ചപ്പാത്തി ഉണ്ടാക്കാൻ നല്ല എക്സ്പേർട്ടാണേ. നല്ല നിമിഷ നേരം കൊണ്ട് എത്ര ചപ്പാത്തി പെട്ടെന്ന് ഉണ്ടാക്കുവേ. അപ്പം ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. അമ്മ അതെല്ലാം നോക്കിയിരുന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനൊരു സൈഡിൽ ഏട്ടന് വേണ്ടുന്ന ഫുഡും ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഓരോരാൾക്കും ഓരോ ഫുഡായതുകൊണ്ട് ഓരോരാൾ ഓരോ പണിയിലായിരുന്നു ഗൈസ്. അപ്പം നമ്മൾ ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ടെല്ലാം റെഡിയാക്കി. അപ്പം പിന്നെ കുറേ നേരം അച്ചാച്ചനും മക്കളും കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഉറങ്ങുന്ന സമയം ഒരു 12 മണിയെല്ലാം കഴിയും കേട്ടോ. വർത്താനമെല്ലാം പറഞ്ഞ് കുറേ സമയം ഇരുന്ന് ശരിക്കും നമ്മൾ എത്താൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും ഒന്ന് സംസാരിക്കാൻ പോലും ടൈം കിട്ടിയില്ല. അപ്പോൾ